ഇത് എവിടെയെങ്കിലും എത്തുമോ? അപ്പോൾ സി എം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇയാൾ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു, സി എം പുറത്ത് പത്രക്കാരുണ്ട്, ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല, ഇറങ്ങിയാൽ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്ന് കൂടി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണമെന്ന് പറഞ്ഞില്ല. അപ്പം എന്താ ഇപ്പം എനിക്ക് വീണ്ടും ആവേശമായി. കാരണം സി എം അത്രയും സപ്പോർട്ടല്ലേ. അങ്ങനെ ഞാൻ വരുന്നു, പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു. അല്ല, അന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ച എന്നൊക്കെ പറഞ്ഞ സമയം. അപ്പോൾ ഞാൻ ശാന്തമായിരുന്നു സത്യത്തിൽ, കാരണം സി എമ്മിൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷെ കാണുന്നു. മാഷെ കണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. അത് നിങ്ങൾ എലി പൂച്ച പട്ടി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ എന്താ വന്നത്. മാഷയ്ക്ക് പോയി ഞാൻ പ്രസ്ഥാനം നടത്തിയെന്ന് പറഞ്ഞല്ല, അതൊരു വാസ്തവ, ദയവായി നിങ്ങളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഞാൻ പോരുന്നു. ഞാൻ ഇടവണ്ണ രാത്രി 10 മണി 9 മണിക്ക് എത്തുമ്പോൾ വിവരം വരുന്നു, എന്താണ് സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്തു. ആഹാ, PV അൻവർ സിന്ദാബാദ്, ഞാൻ തന്നെ വിളിക്കുക, PV അൻവർ സിന്ദാബാദ്. അങ്ങനെ പോകുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അതിൻ്റെ പിറ്റേന്ന് അപ്പോഴേക്ക് പാർട്ടി ലീഡേഴ്സ് വിളിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, സ്ട്രോങ് ആയ ആക്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നി സ്ട്രോങ് ആയ ആക്ഷനാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരോ വിളിച്ച് ചോദിച്ചു സന്തോഷമായോ? നമ്മൾ സന്തോഷമായിട്ടില്ല, ആശ്വാസമായി എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും സന്തോഷമായിട്ടില്ല. എനിക്കെന്തോ ഒരു സാധനം അപ്പോഴും എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് മാന്തുന്നുണ്ട്. എനിക്കത് മനസ്സിലാവണം എന്താണ്. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം എന്തായി, ഈ ശശിധരൻ മലപ്പുറം SP മാറ്റുന്നു, 3-4 DSPമാരെ മാറ്റുന്നു. ഈ PV അൻവറിൻ്റെ ശേഷി കേരളത്തെ പോലീസ് ഭരിക്കുന്നത് PV അൻവർ സിന്ദാബാദ്. ഇതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോഴും എനിക്കിത് ഉള്ളിൽ തട്ടണില്ല. എനിക്ക് സംവേർ ഈസ് റോങ്. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യാം. അപ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്തുവാന്ന് IG വരുന്നു, 9 മണിക്കൂർ മൊഴിയെടുക്കുന്നു, വിശാലമായി കാര്യങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ 3 ആക്ഷൻ നടക്കുന്നു, DSPമാരെ മാറ്റുന്നു. അതിനിടയിൽ എനിക്ക് ഫോൺ വരുന്നു, മലപ്പുറത്തെ SP-ൻ്റെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം. എന്തോ പടച്ചോൻ്റെ ഇതിന് എനിക്ക് തോന്നി ഒരു പേരും പറയണ്ടെന്ന്. ഞാൻ പറഞ്ഞത് അത് നല്ല ആരെങ്കിലും വെച്ചോന്നാണ്. അപ്പം ഇങ്ങനെ അൻവർ വലുതാവില്ലേ നിങ്ങളെ കണക്കിൽ. പക്ഷേ എൻ്റെ 6th സെൻസ് വർക്ക് ചെയ്യുന്ന വേറെ വഴിക്കാം. എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആക്ഷൻ? അപ്പം എൻ്റെ കണ്ണ് മുഴുവൻ കേസന്വേഷണത്തിലേക്കാണ് പോകുമല്ലോ. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹാപ്പി ആവുമല്ലോ. കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സഹാക്കളോ എന്തൊക്കെ ഭയങ്കര സ്വാധീനമാണ് പത്രക്കാരും ആയേഷൊക്കെ. കാര്യം എന്തായാലും അൻവർക്ക് ആ സംഗതി ഉഷാറായല്ലോ, ഇങ്ങനെ വരുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കയറുമല്ലോ, ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ കയറിയില്ല, ഞാൻ എങ്ങോട്ടും കയറിയില്ല. എനിക്കിതെല്ലാം കൂടെ ഒരു പിടി കിട്ടണില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമോ? ഞാൻ ഭയങ്കര ഒബ്സർവേഷനില്ല. ഞാൻ കേസ് പരിശോധിച്ച് നോക്കുമ്പോൾ കേസന്വേഷണം നടന്ന് നീങ്ങുന്നില്ല. അപ്പോൾ അറിഞ്ഞു ഇങ്ങനെ ഈ എന്താ പറയുക മരമുറി. അപ്പോൾ ഈ മരം എടുത്ത ഈ സാധുവിനെ 10-70 വയസ്സിലെ കുഞ്ഞാമാക്ക വേറെ ആളെ വിട്ടിയാണ്. അയാളെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പൊന്നാരമനെ നിങ്ങൾ പറയുന്നതൊക്കെ ഫോണിലൊക്കെ TV-യിലൊക്കെ കാണുന്നുണ്ട്, ഏതായാലും കാക്കാനെ കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊന്നും ഒരു നല്ല കോലത്തിലല്ലേ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കുഞ്ഞാമാക്ക് വെച്ച് അല്ല ഇങ്ങനെ വന്ന് 2 ദിവസം ആരൊക്കെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ് SSP ആണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പോയി SP ഓഫീസിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞു. 9 മണിക്ക് ഞാൻ ചെന്നു, ഉച്ച വരെ അവിടെ ഇരുന്നു. നിങ്ങൾ ചോർന്ന് വന്നോളി പറഞ്ഞു. ചോർന്ന് വന്നു. 4 മണിക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് അറിവില്ല എന്ന് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ കാണിച്ച് ഈ മരക്കുറ്റി പറഞ്ഞു, എനിക്ക് പറ്റില്ല, ആ വിഷയം പറഞ്ഞു. അങ്ങനെ അപ്പം ഈ അന്വേഷണങ്ങൾ സംശയാസ്പദമായി. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ സൈസാക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പം എന്നെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പിന്നെയും പറയും, എന്തിട്ട് പത്രസമ്മേളനം നിർത്തിയെന്ന്, നിങ്ങൾ പറഞ്ഞൊക്കെ നടന്നില്ലേന്ന്, പത്രസമ്മേളനം നിർത്തി ഇങ്ങനെ പറയും. അപ്പം ഇത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇത്ര ശക്തമായി പ്രഷർ ഇട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. ഇതിലൊരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളൻ പുറത്തിറങ്ങണം. എനിക്ക് ഈ പറയുന്ന കുറേ DYSPമാരെയും SP-മാരെയും മറ്റവൻ്റെ കാലിൽ തൂങ്ങാനില്ലല്ലോ സുജിത്ദാസ്, ഇതെല്ലാം കൂടെ എനിക്ക് ഭയങ്കര സ്വാധീനമില്ലേ. എനിക്കിങ്ങനെ ആഘോഷിച്ച് ഭരിച്ചൂടെ? ഞാൻ അപ്പോഴും ഈ പാവപ്പെട്ട സഖാക്കളെ കുറിച്ച് ആലോചിച്ച് ഇതിലൊരു കള്ളക്കളി ഉണ്ടല്ലോ, എനിക്ക് സുഖമായിരുന്നു. എനിക്കിപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ പാടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴും പാർട്ടിയെ ആലോചിച്ച്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആലോചിച്ചത്, ഈ പോലീസിൻ്റെ കള്ളക്കളിയെക്കുറിച്ച് ആലോചിച്ചത്. ഞാൻ തൃപ്തനായില്ല. അപ്പോഴും എൻ്റെ ഉപബോധ മനസ്സെന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക പ്രശ്നങ്ങളുണ്ടെന്ന്. അതിലാണ് നിരന്തരമായി ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ആ പൂച്ച ഛർദിച്ചോ ഇത് നിങ്ങൾ കേട്ടില്ലേ? എന്തായി? ഈ കാര്യങ്ങൾ ഉന്നയിച്ച PV അൻവർ ഇനി PV അൻവരെ നിലക്ക് നിർത്താൻ യാതൊരു മാർഗ്ഗമില്ല. അതിനുള്ള വേറെ കാര്യം കേട്ടോ, എനിക്ക് സംശയം വന്ന വേറൊരു കാര്യം, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്.
അതിൻ്റെ ഇടയിൽ 4 ഡോക്യുമെന്റ് ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്തിരുന്നു. എന്താ ഡോക്യുമെന്റ്? ഈ അജിത് കുമാർ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. അതിലൊരു ഇഞ്ച് മാറാൻ കഴിയില്ല. അന്വേഷിക്കണ്ട, ഡോക്യുമെന്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മറ്റേ ഡോക്യുമെന്റ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ അന്വേഷണം നടക്കുന്നു. പിന്നെ കാണുന്ന എന്താ, വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം സമയം കൊടുത്തു. അപ്പം എനിക്ക് കംപ്ലീറ്റ് ആയി. കാരണം ഇത് എവിഡന്റ് ആണ്. ഇതിന് 4 ദിവസം മതി. തിരുവനന്തപുരം അങ്ങാടിയിലെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ ചുറ്റുവണി സ്ഥലങ്ങൾ, അതിന്റെ ഡോക്യുമെന്റാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യാം. സ്പോട്ടിൽ അതും കൂടെ ചെയ്യാതായപ്പോൾ എന്തായി, എനിക്ക് ഉറപ്പായി. ഇനിയിപ്പോൾ ഈ 2 ഡോക്യുമെന്റ്, നമുക്ക് ഡോക്യുമെന്റ് കിട്ടിയിട്ടില്ല, പത്രക്കാർക്ക് തരാനുള്ളതാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ചങ്ങാതി, ഈ എന്താ പറയുക, മഹാനായ സത്യസന്ധനായ ഏറ്റവും നല്ല ആത്മാർത്ഥതയുള്ള എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ചങ്ങാതി ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 33,80,17 രൂപ ഒരു പൈസന്റെ ചെക്കില്ല, ക്യാഷ്. 33,80,100 രൂപ അജിത് കുമാർ പൈസ കൊടുക്കുക. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഡോക്യുമെന്റാ. അജിത് കുമാർ ആയതുകൊണ്ടാണ്. ഇവിടെയാണ് അധികാര ദുർവിനിയോഗം. ഇതിനൊന്ന് ഡിസ്മിസ് ചെയ്യപ്പം, മനസ്സിലായോ? ഈ ഡോക്യുമെന്റ് വാങ്ങുന്നു, 10 ദിവസം കൊണ്ട് എല്ലാ പേപ്പറും കിട്ടുന്നു, അത് കഴിയുന്നു. പിന്നെന്താ ചെയ്തത്? 10ാമത്തെ ദിവസം 2016 ഫെബ്രുവരി 29-ന് 19 തീയതി വാങ്ങുന്നു, 29 തീയതിക്ക് വെക്കുന്നു. എത്രക്കാ? 65 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് പൈസ. റിസീവ്ഡ് 65 lakhs ക്യാഷ്. ഈ സാധനം കൊടുത്തത് DGPക്ക്. ഇവനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താലോലിച്ച് താലപ്പിച്ച് നടക്കുന്നത്. ഇതിനപ്പുറമുള്ള തെളിവെന്താ വേണ്ടത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യാലോ. എന്താ സസ്പെൻഡ് ചെയ്യാത്തത്? മകനും മരുമകനും നമ്മൾ അദ്ദേഹത്തിന് മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. സ്വന്തം മകനാണോ മരുമകന്റെ രീതിയിലുള്ള അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ കേട്ടപ്പോൾ വെറുതെ വിചാരിച്ചിരുന്നു, മനസ്സിലായോ? അങ്കിൾ. പാർട്ടി സഖാക്കൾ പരിശോധിച്ചോട്ടെ, നേതാക്കൾ പരിശോധിക്കട്ടെ, എങ്ങോട്ടൊക്കെ ഈ പോക്ക്.